ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രികളിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രരാകുന്നതിന് വേണ്ടി ഓരോ ദിനവും രാവും കർത്താവ് നമ്മെ വിളിച്ച് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാൻ നമുക്ക് കൃപ നൽകുന്നതിനെ ഓർത്തും നന്ദി അർപ്പിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രീതിക്ക് നാം പാത്രരായാൽ നമുക്ക് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ജീവിതം തന്നെ ഒരു വലിയ അത്ഭുതമാകും, അസാധ്യങ്ങൾ സാധ്യമാകും. ഇന്ന് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവ് കാരുണ്യവാനും ക്ഷമാലുവുമാണ്. അവിടുന്ന് പാപങ്ങളെ പൊറുക്കുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. മനുഷ്യ മക്കളോട് ദയ കാണിക്കുന്നവനാണ് അത്യുന്നതനായ ദൈവം. അതിനാൽ ഈ പ്രഭാതത്തിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാത്തിനും പരിഹാരം നൽകുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കാം. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ കണ്ണുനീർ പൊഴിക്കാം. അസാധ്യങ്ങൾ എല്ലാം സാധ്യമാകാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അതിനാൽ നാം ഇപ്പോൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് കർത്താവ് ഇടപെടുന്നതിനും കർത്താവിൻ്റെ പ്രീതിക്ക് നാം പാത്രരാകുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടാകുന്നതിനും പഠിച്ചതെല്ലാം പരിശുദ്ധാത്മാവിനാൽ ഓർമ്മിപ്പിക്കപ്പെടുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കരം അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിനും അവർക്ക് ഉയർന്ന വിജയം ലഭിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിക്കുന്നതിനും അങ്ങ് ഞങ്ങൾക്ക് സഹായകനായി നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകാൻ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾക്ക് പ്രയാസമുള്ള മേഖലയിൽ, ഞങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം നൽകി
എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനു വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിനെ, ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുടെ മേൽ നീ കരുണ ചൊരിഞ്ഞ് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കിക്കളഞ്ഞ് അവർക്ക് ശക്തിയും ധൈര്യവും നൽകി പരീക്ഷയെ ശാന്തമായി അഭിമുഖീകരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി എഴുതുവാൻ, ഉത്തരം എഴുതുവാൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ. ഭയം കൂടാതെ ധൈര്യത്തോടെ എഴുതാനുള്ള ശക്തി കൊടുക്കണമേ. അവർ പഠിച്ചതെല്ലാം ഓർമ്മിപ്പിച്ചു കൊടുത്ത് നിന്റെ വചനപ്രകാരം ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കർത്താവേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷ എളുപ്പമാക്കി അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റുവട്ടത്തിനും നടക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, അപകടകരമായ പ്രകോപനപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാ വ്യക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ അനുവാദം കൂടാതെ ആരും ഇന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പോലും നീ അനുവദിക്കരുതേ. കർത്താവേ, ഇന്നത്തെ ദിവസം നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ പുതിയ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ച് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നീ കൃപ നൽകി, എല്ലാ മേഖലകളിലും നീ ഇടപെട്ട് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന ആർക്കും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകി ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വിജയിക്കുന്നതിന്, ദൈവത്തിൻ്റെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുന്നതിന് ഞങ്ങളെ നീ ഉയർത്തണമേ. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ദുഷ്ടരായ വ്യക്തികളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടന്റെ എല്ലാ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്ന് എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അറിഞ്ഞും അറിയാതെയുമുള്ള പാപങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഒരു ദിവസം കൂടി പ്രാർത്ഥിക്കാനും നിന്നിലേക്ക് വളരാനുമുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഇന്ന് നയിക്കപ്പെടുന്നതിനു വേണ്ടി താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയിൽ വസിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നീ ഇടപെട്ട് വലിയൊരു അത്ഭുതം കാണാൻ ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ ആരൊക്കെ നിന്റെ സന്നദ്ധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ ഇന്ന് അത്ഭുതത്തിൻ്റെ കരം നീ സ്പർശിച്ച് ഒരു വലിയ അത്ഭുതം കാണാൻ അവരെ നീ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ഏത് കാര്യവും പ്രാർത്ഥനയിൽ കൂടി നേടിയെടുക്കാനുള്ള ശക്തിയും ധൈര്യവും മനസ്സും നൽകി, അതിനുള്ള വിശ്വാസം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ബില്ല് പോലും അടയ്ക്കാൻ കഴിയാതെ വേദനിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. കടബാധ്യതയുള്ള എല്ലാവർക്കും നീ കരുണ തോന്നണമേ. നിന്റെ കാരുണ്യത്താൽ അവരുടെ സമ്പത്തിൻ്റെ മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. നിന്റെ അനുഗ്രഹങ്ങളാൽ അവരുടെ സമ്പത്തിന്മേലുള്ള എല്ലാ ശാപബന്ധനങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള നിന്റെ അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്ക് നൽകി കുടുംബത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉല്ലാസവും ആനന്ദവും നൽകി എല്ലാവരും സന്തോഷത്തിൻ്റെ മക്കളായി ഞങ്ങളെ മാറ്റണമേ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും അനുഗ്രഹവും സന്തോഷവും നൽകി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥന സ്വീകരിക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്ത നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന മുടങ്ങാതെ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ രാവിലെയും രാത്രിയിലും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നെല്ലാ അരക്ഷിതാവസ്ഥയും, എല്ലാ സങ്കടങ്ങളും ദുഃഖവും ദുരിതവും അപകടങ്ങളും ദുരന്തങ്ങളും ഇല്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളും എല്ലാം വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവസ്നേഹത്താൽ നിറച്ച് സ്വർഗീയ ഭവനമാക്കി മാറ്റട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അയക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.